അജീഷിന്റെ സംസ്കാര ചടങ്ങ് പള്ളിയിൽ പുരോഗമിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. പുരോഹിതൻ ചടങ്ങുകൾ നിർവഹിക്കുകയാണ്. അരുൺ പാറക്കലുണ്ട്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോഴും സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പടമല സെന്റ് അൽഫോൺസ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഏകദേശം 3:30 ഇവിടേക്ക് അജീഷ് മൃതദേഹം എത്തിച്ചു. തുടർന്നാണ് ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ആദ്യം മലബാർ സഭ ആർച്ച് ബിഷപ്പിന്റെ സന്ദേശമുണ്ടായിരുന്നു. ആ സമയത്ത് ഉൾപ്പെടെ സർക്കാരിനെയും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ രൂക്ഷമായ വിമർശിക്കുന്ന രീതിയിലായിരുന്നു സന്ദേശം. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ ജാഗ്രതയോടെ ഇടപെടണമെന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പിന്റെ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് മാനന്തവാടി ബിഷപ്പും അദ്ദേഹത്തിന്റെ മൃത ശുശ്രൂഷ സന്ദേശം നടത്തി. ആ സമയത്തും സർക്കാരിനെതിരെയും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ്. അധികാരികൾ ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കണം. വന്യജീവി ചത്താൽ കാണുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. പക്ഷേ അജിയെ പോലുള്ളവരെ, അതായത് ഇടവകയ്ക്കും അതുപോലെ തന്നെ സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെട്ട അജിയെ പോലുള്ളവരെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. നികുതി പണം വാങ്ങി മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ചില അപാകതകൾ കാണുന്നുണ്ട്. അത്തരം അപാകതകളെ സഭ രൂക്ഷമായ രീതിയിൽ എതിർക്കുന്നു. മാത്രമല്ല, ആരും വന്യമൃഗങ്ങൾക്ക് എതിരല്ലെന്നും മാനന്തവാടി ബിഷപ്പ് അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞു വെച്ചു. മാത്രമല്ല, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ എന്തെല്ലാം മാർഗങ്ങൾ സർക്കാരും വനം വകുപ്പും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്, അതേക്കുറിച്ചൊന്നും അവർ ഒന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള മനസ്സ് സർക്കാരിന് ഇല്ല. പരസ്പരം ചെളിവാരി എറിയൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജീർണത ബാധിച്ച ഭരണ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആകെയുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജീർണത ബാധിച്ച ഭരണ സമ്പ്രദായത്തിന് ഇക്കാര്യങ്ങളിൽ നിന്നും, അതായത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ യാതൊന്നും ചെയ്യാൻ, ജീവന് ആപത്ത് വരുത്തുന്നത് തടയാൻ യാതൊന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ല എന്ന തോതിൽ വലിയ രീതിയിലുള്ള വിമർശനം മാനന്തവാടി ബിഷപ്പ് ഉന്നയിക്കുന്നു. ദുരന്തങ്ങൾ വന്ന ശേഷമാണ് സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നിരന്തരമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ബിഷപ്പ് പറഞ്ഞു വെക്കുന്നു. ദുരന്തങ്ങൾ വരാതെ തടയുന്ന ഭരണത്തെയാണ് ജനങ്ങൾ ഇതുപോലെ ഇഷ്ടപ്പെടുന്നത്. വിഷയം നിയമസഭയിലും പാർലമെന്റിലും ഉന്നയിക്കാൻ ജനപ്രതിനിധികൾ ഒരുപോലെ മനസ്സ് കാണിക്കണം. ആ സമയത്ത് ഇത്തരത്തിൽ പരസ്പരം കളിവാരി എറിയുന്ന സമ്പ്രദായം അവസാനിപ്പിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നതെന്നും മാനന്തവാടി ബിഷപ്പ് ജോസ് പൊരുന്നിടത്ത് അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി അദ്ദേഹം ഇവിടെ സന്ദേശത്തിൽ പറഞ്ഞു. എന്തായാലും വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെയും സഭ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ഏകദേശം അരമണിക്കൂറോളം മാത്രമാണ് പള്ളിയിൽ ഉണ്ടാകൂ എന്ന് അറിയിച്ചിരുന്നു. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക്, അതായത് അജി എഴുന്നോക്ക് കാണാനും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പള്ളി, അതായത് സെന്റ് അൽഫോൺസ ചർച്ച്, പടമലയിലെ സെന്റ് അൽഫോൺസ ചർച്ച് ഈ ജനങ്ങളെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഈ ഭാഗത്തുണ്ട്. മാത്രമല്ല, റോഡിൽ ഈ വാഹനങ്ങളൊക്കെ നിർത്തി വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ചെറിയ ഗ്രാമീണ മേഖലയാണ്, നമുക്കറിയാവുന്ന. അപ്പോൾ ആ ഗ്രാമീണ മേഖല മുഴുവൻ ഈ ജനസാഗരം കൊണ്ട് നിറഞ്ഞ കണ്ണീർ കടലായി ഇരിക്കുന്ന ഒരു കാഴ്ച, വികാരനിർഭരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഈ സെന്റ് അൽഫോൺസോ ചർച്ചിലെ കുടുംബ കല്ലറയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇനി അല്പസമയം മാത്രമേ പള്ളിയിലെ ചടങ്ങുകൾ, അതായത് മതപരമായ ചടങ്ങുകൾ ബാക്കിയുള്ളൂ. അതിനുശേഷം 5 മണിക്ക് മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനുജ, ശരി. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. അജേഷിന്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ പള്ളിയിൽ നടക്കുന്നത്. നേരത്തെ മാനന്തവാടി ബിഷപ്പിന്റെ ഭാഗത്തു നിന്ന് അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. സർക്കാർ ഈ മേഖലയിലുള്ള ജനങ്ങളുടെ ജീവൻ ഒരു തരത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കുന്നില്ല എന്നുള്ളത്, പരസ്പരം ചെളിവാരി എറിയുക എന്നുള്ളതാണ്. ഇത് ഈ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതടക്കം വിഷയം നിയമസഭയിലും പാർലമെന്റിലും ഉന്നയിക്കണം എന്നതടക്കം രൂക്ഷമായ വിമർശനം മാനന്തവാടി ബിഷപ്പ് ജോസ് പൊരുന്നേടത്ത് ഉന്നയിക്കുകയുണ്ടായി. സംസ്കാര ശുശ്രൂഷ
ഓണാഘോഷയ്ക്ക് മുന്നോടിയായി നൽകിയ സന്ദേശത്തിലാണ് ബിഷപ്പിന്റെ വിമർശനമുള്ളത്. പടമല സെയിന്റ് അൽഫോൺസ ചേർച്ചിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ദുരന്തങ്ങൾ വന്ന ശേഷമുള്ള ഇടപെടലല്ല വേണ്ടത്, വരാതെ തടയുന്ന ഭരണത്തെയാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ജീർണത ബാധിച്ച ഭരണസമ്പ്രദായത്തിന് ഒന്നും ചെയ്യാൻ മനസ്സില്ല എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ടെന്നാൽ അതൊന്നും സ്വീകരിക്കുന്നില്ല സർക്കാർ. തുടർച്ചയായി ഇത്തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നതിൻ്റെ രോഷവും മാനന്തവാടി ബിഷപ്പ് അറിയിച്ചിട്ടുണ്ട്.